നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തി. പക്ഷെ പല ഫാൻസിനും ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് വരുന്നത് ഏറ്റവും മികച്ച 2 ടീമുകൾക്കെതിരെ തന്നെയാണ്. അർജന്റീനയെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ലയണൽ മെസ്സിയുടെ അർജന്റീന ഇപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടീമാണ്. 3-4 ട്രോഫികൾ, നാഷണൽ ട്രോഫികൾ അടുപ്പിച്ച് നേടിയിട്ട് ലയണൽ മെസ്സി എന്താണെന്ന് ലോകം അറിയിച്ചു കൊണ്ടിരിക്കുന്ന സമയം അർജന്റീന. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം, ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫയർ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് അർജന്റീന. ഇവർക്കെതിരെയാണ് 26-ാം തീയതിയോ 2ാമത്തെ മത്സരം. അതിന് മുന്നേ 21-ന് ഒരു മത്സരം വരുന്നുണ്ട് കൊളംബിയയുമായിട്ട്. ആ ഒരു മത്സരം നല്ലൊരു ആശങ്കയുണ്ട് ഫാൻസിന്. കൊളംബിയ എന്താണ് ഗ്രൗണ്ടിൽ കാണിക്കാറുള്ളത് എന്നതൊക്കെ നമ്മൾ പലവട്ടം ഗ്രൗണ്ടിൽ കണ്ടതാണ്. നെയ്മർ ജൂനിയറെ ഉൾപ്പെടെ 2014 സുനിക ഫോൾ ചെയ്തല്ലോ. അതുമാത്രമല്ല അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നെയ്മറെ മാത്രമല്ല പല താരങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു ടീമാണ് കൊളംബിയ. അവരുടെ ശൈലി അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ടീമിനെതിരായി തിരിച്ചു വരുന്ന സമയത്ത് നെയ്മറിനെ പോലുള്ള താരം അവർക്കെതിരെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും ആശങ്കകൾ ഉണ്ട് ഫാൻസിനൊക്കെ. ഏതായാലും വലിയ രീതിയിലുള്ള ഫോള് കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ പരിശീലകൻ പറഞ്ഞു കഴിഞ്ഞു നെയ്മറെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളത്. നമുക്കറിയാം നെയ്മറെ ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ്. ഇത്ര നേരം അദ്ദേഹത്തെ കളിപ്പിക്കുമെന്നൊന്നും ഇപ്പോഴും പറയാറായിട്ടില്ല, കൺഫേം ചെയ്തിട്ടില്ല പരിശീലകന്. കാത്തിരിക്കാൻ നമുക്ക്. നെയ്മർ ജൂനിയറുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ പരിക്കുകളൊന്നും ഇല്ലാതെ ഈ 2 ഗെയിമുകളും അദ്ദേഹം പൂർത്തിയാക്കാനുള്ളൊരു ആഗ്രഹം കൂടി നമുക്കൊക്കെ ഉണ്ട് അല്ലേ?